ഹലോ എവരി വൺ, വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. അപ്പൊ ആലി എന്ന മൂവിയിൽ നല്ല ക്യാരക്ടേഴ്സ് ചെയ്ത രണ്ടുപേരാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. വെൽക്കം. എന്തൊക്കെയുണ്ട് വിശേഷം? നമസ്കാരം, എന്റെ പേര് സുരേഷ്, തിരുവല്ലയാണ് സ്വദേശം. അപ്പൊ ആലിയിൽ ഞാനൊരു പോലീസ് ഓഫീസർ, ഇൻസ്പെക്ടറിന്റെ ക്യാരക്ടർ ചെയ്ത് ഷൂട്ട് കന്യാകുമാരിയിലും പരിസരത്താക്കി. നല്ല അനുഭവങ്ങളായിരുന്നു. 2-3 ദിവസം വർക്ക് ചെയ്തു. അത്യാവശ്യം വെരി നോട്ടബിൾ ക്യാരക്ടറാണ്. നേരത്തെ കുറെ പടങ്ങളിൽ ഞാൻ ചെയ്തിട്ടുള്ളതാണ്. ലാലേട്ടനോടൊപ്പം ചില പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ബിഗിനിങ് ഒരു 10-33 വർഷം കഴിഞ്ഞു. തേമാൻ ഗോപത്തിലെ ഫസ്റ്റ് ക്യാരക്ടർ ചെയ്ത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഞാൻ സ്വയം പറഞ്ഞു എന്നേ ഉള്ളൂ, പ്രേക്ഷകർക്ക് വേണ്ടി. ഇതില് കഥാപാത്രം ഒരു ചെറിയ നെഗറ്റീവ് ടച്ചുള്ള ഒരു ഇൻസ്പെക്ടറാണ്, പോലീസ് ഓഫീസർ. പ്രധാന കഥാപാത്രമായ നമ്മുടെ കൃഷ്ണപ്രസാദ്, രജിത് കുമാർ സാറ്, ഡോക്ടർ, നായികയുമായിട്ടുള്ള കോമ്പിനേഷനുള്ള വ്യത്യസ്തമായ ഒരു ക്യാരക്ടറാണ്. ഞാൻ വളരെ ഹാപ്പിയാണ്. പിന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ ഡയറക്ടർ കൃഷ്ണ പ്രിയദർശൻ മാഡം ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു, നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. പിന്നെ കഥാപരമായിട്ട് സബ്ജക്റ്റ് ഒന്നും എനിക്ക് അത്ര അറിയില്ല, എങ്കിലും ഈ ഓണത്തിന് തിയേറ്ററിൽ എത്തുമ്പോൾ ഇതൊരു പ്രത്യേകതയുള്ളൊരു മൂവി ആയിരിക്കും. ഒരു ഫാമിലി ഓറിയന്റഡ് പ്ലസ് അതിൻ്റെ കൂടെ ഒരു എന്താണ് പറയുക, ഒരു ലവ് റിലേറ്റഡ്. ഞാൻ എൻ്റെ കേട്ടത് വെച്ചുള്ള അഭിപ്രായമാണ്. എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു. തീർച്ചയായിട്ടും എല്ലാവരും കാണണം. ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. എൻ്റെ പേര് ജോബിസ് ജോസ് ചിക്ലപ്പള്ളി എന്നാണ് ഫുൾ നെയിം. ഞാൻ അബുദാബി ബേസ് ആണ്. അപ്പോൾ ഇത് എൻ്റെ ഒരു ഫസ്റ്റ് മൂവിയാണ്. അതൊരു നല്ല എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അവിടെ നാടകങ്ങളും ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഒരു മൂവിയിൽ അവിടുന്ന് അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ ലീവും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരു ഷെഡ്യൂൾ അബുദാബിയിൽ ഉണ്ടായിരുന്നപ്പോൾ അവിടെ ഒരു ഡോക്ടറുടെ ക്യാരക്ടറാണ് കിട്ടിയത്. അത് ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആൻഡ് വളരെ സന്തോഷം. അങ്ങനെ ഒരു ചാൻസ് കിട്ടിയത് ഡയറക്ടറിനും അതുപോലെ കൂടെ ഉണ്ടായിരുന്ന ക്രൂസിനൊക്കെ ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. അപ്പൊ ഇതൊരു ഒരു സംവിധായികയാണ്. നമ്മളെ പൊതുവെ മൂവി ഡയറക്ഷനില് പെണ്ണുങ്ങൾ കുറവാണ്. അപ്പൊ ഇപ്പൊ സംവിധായക ഡയറക്ടർ എന്ന് പറയുന്ന ഒരു ഫീമെയിൽ ഡയറക്ടർ ആണല്ലോ. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? അതെനിക്കൊരു ഫീമെയിൽ മെയിൽ അങ്ങനെ ഒരു ഫീല് തോന്നിയിട്ടില്ല. പുള്ളിക്കാരി അത്രയും മീൻസ് കുറേ പടങ്ങൾ ചെയ്തൊരു എക്സ്പീരിയൻസ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. മാത്രമല്ല ഇതിന്റെ സബ്ജക്ട്, കഥ, തിരക്കഥ, സംഭാഷണം. ഇതിന് മുമ്പ് പടം ചെയ്തതും എനിക്കൊന്ന് ഒരു ശ്രീലങ്കൻ സുന്ദരി എന്നൊരു പടമായിരുന്നു, അനൂപ് മേനോനൊക്കെ അഭിനയിച്ച്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസും അതിലുപരി സ്ക്രിപ്റ്റും അത് ഡയറക്ടറുടെ ആകുമ്പം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എനിക്കൊന്നിപ്പം ഞാനാണെങ്കിലും ഒരു തിരക്കഥയും രചനയൊക്കെ എൻ്റെ ആണെങ്കിൽ ഡയറക്ഷൻ ചെയ്യാൻ ഈസിയാണ്. വേറൊരാളുടെ സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ മോശം എന്നല്ല പറയും, പക്ഷെ അത് നമുക്ക് മനസ്സിലുണ്ടാവും കഥാപാത്രങ്ങൾ. അപ്പൊ അങ്ങനെ നോക്കുമ്പം ഒരു 2 പടം ചെയ്ത ഒരാളായിട്ടല്ല എനിക്ക് കൃഷ്ണമാടൊക്കെ തോന്നിയത്. നല്ല എക്സ്പീരിയൻസ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരും. ഇപ്പം ഞാൻ പോലും കുറേ പടങ്ങൾ അഭിനയിച്ച എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പോലും ഞാൻ ചിലപ്പോൾ ചോദിക്കും, മാഡം ഇത് ഓക്കെ ആണോ, അത് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ പറയും, സുരേഷ് സാർ ഇങ്ങനെ ചെയ്യൂ. നമ്മൾ ഡബ്ബിങ്ങിന് ഞാൻ എന്നെ വിളിക്കില്ലെന്ന് വിചാരിച്ചു. ഡബ്ബിങ്ങിന് എൻ്റെ ശബ്ദമൊക്കെ നല്ലതാണെന്ന് പറഞ്ഞ പുള്ളിക്കാർക്ക് ഗൾഫ് ഇരുന്നിട്ടാണ് അത് ഓപ്പറേറ്റ് ചെയ്തത്. ആക്ച്വലി നമ്മള് സ്റ്റുഡിയോയിൽ, ഞാൻ ബെൻസൺ സ്റ്റുഡിയോയിലാണ് ഡബ് ചെയ്ത് എൻ്റെ ക്യാരക്ടർ. അപ്പൊ നമുക്ക് പോരായ്മ കൊണ്ട് പറഞ്ഞു തരും. ഞാൻ നല്ലതാണ്, ഇത് മതിയോ എന്ന് ചോദിച്ചാൽ പറയും ഓക്കെ സുരേഷ് സാർ ഗുഡ്. അപ്പൊ അങ്ങനെ ഒരു ഫീമെയിൽ മെയിൽ അങ്ങനെ ഒരു വേർതിരിവ് എനിക്ക് മാഡത്തിൽ കൂടെ കണ്ടില്ലെന്ന് പറയാം. അപ്പൊ അത്രയും നല്ല ഇതായിട്ട് നമ്മുടെ ഇടപെട്ടതും ആ ഒരു എക്സ്പീരിയൻസ് വളരെ സന്തോഷകരമായ കാര്യമായിരുന്നു. നിങ്ങള് കോമ്പിനേഷൻ ഞാനും ജോബിസോട് ഞങ്ങളിന്നാണ് പരിചയപ്പെടുന്നത്. ഗൾഫിലായിരുന്നു, ആള് കന്യാകുമാരിയിലായിരുന്നു. പക്ഷേ ഞാൻ അബുദാബിയിലായിരുന്നു. കന്യാകുമാരിയിൽ ഷെഡ്യൂൾ കഴിഞ്ഞപ്പോൾ പിന്നെ ഗൾഫിലായിരുന്നു. മാഡമൊക്കെ അവിടെ ആണല്ലോ, അവിടെ സ്കൂളൊക്കെ നടത്തുന്നുണ്ട്. അപ്പം ജോബീസ് അവിടെ ഡോക്ടറായിട്ട്. ഞാൻ മാഡായിട്ട് കൃഷ്ണ പ്രിയദർശനായിട്ട് നമ്മള് ഒരു 10 വർഷത്തിന് മുമ്പ് അറിയാം. ഞാനൊരു ഓഡീഷനായിട്ട് പോയിണ്ടായിരുന്നു നല്ലൊരു ഷോർട്ട് ഫിലിമിലേക്ക്. പക്ഷെ അന്ന് ആ ക്യാരക്ടർ എനിക്ക് മാച്ച് അല്ലാന്ന് പറഞ്ഞിട്ട്, പക്ഷെ ആള് മനസ്സിൽ ഓർത്ത് വെച്ചിട്ട് ഈ സിനിമ വന്നപ്പോ എന്നെ വിളിച്ച് അങ്ങനെ ഒരു ചാൻസ് തന്നിരുന്നു. അതൊക്കെ അപ്പൊ ആള് കുറെ നാളായിട്ട് ഈ ഫീൽഡും ഭയങ്കര പാഷനുമാണ്. അപ്പൊ ആള് എഴുതും, കവിത എഴുതും. പിന്നെ ആളെന്നെ ഇപ്പൊ മുന്നേ നല്ല ഗാനമൊക്കെ ചെയ്തതാണ് പുള്ളിക്കാരി. നല്ല രീതിയിൽ പാട്ടുകൾ എഴുതി. ഈ പടത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 7-8 പാട്ടുകളുണ്ടെന്നാണ് ഞാൻ കേട്ടത്. നല്ല ലിറിസ്റ്റ് ആണ്, റൈറ്ററാണ്, പ്രൊഡ്യൂസർ, എല്ലാം ഈച്ച് ആൻഡ് എവരി. നല്ല കോർഡിനേറ്റർ ആണ്. അപ്പൊ ടാലന്റഡ്. അപ്പൊ ആ ഒരു പാഷന്റെ ആദ്യത്തെ സിനിമ ശ്രീലങ്കൻ സുന്ദരി തിയേറ്റർ സക്സസ്ഫുൾ ആയില്ലെങ്കിലും നമുക്ക് അതിന്റെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ ഈ പടം ചെയ്യുമ്പോൾ ചെറിയ പടമാണെങ്കിലും എനിക്ക് ഈ ഓണത്തിന് ഈ പടം തിയേറ്ററിൽ വരുത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കോംപ്ലിക്കേറ്റഡ് ആണ്. മീൻസ് അതൊക്കെ തരണം ചെയ്ത് ഈ 14-ാം തീയതി പടം റിലീസ് ചെയ്യുന്നുള്ള അത് ഏറ്റവും വലിയൊരു അധ്വാനമാണ്. ഒരു സിനിമ നമ്മള്
ഏകദേശം 2 വർഷത്തോളം വേണം അതിന്റെ കഥയും ഇത് എഴുതി മറ്റു കാര്യങ്ങൾ, പ്രീ പ്രൊഡക്ഷൻ, പോസ്റ്റ് പ്രൊഡക്ഷൻ, റിലീസിങ്. അപ്പൊ അത് തിയേറ്ററിൽ എത്തിക്കുക എന്നുള്ളത് ഭയങ്കര വലിയൊരു വിജയകരമായ ഒരു സംഭവമാണ്. അത് അദ്ദേഹം ചെയ്തു എന്നുള്ളത് വലിയൊരു അഭിമാനിക്കാവുന്ന കാര്യമാണ്.